ഏറ്റവും ഒടുവിൽ ശ്രീ ബാബു അപ്പാട്ട്, സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലെക്ചറർ കൂടിയാണ് ശ്രീ ബാബു അപ്പാട്ട്, ബഹുമുഖ പ്രതിഭയായ ശ്രീ ബാബു അപ്പാട്ട്. ഇനി ആശംസയാണ്. അതിനായി ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷാഹിനയെ സാദരം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ എബ്രഹാം ജോസഫ് സർ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അബ്ദുസലാം സർ, മറ്റു വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിജ്ഞാനവും വിനോദവും ലക്ഷ്യമാക്കിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന കാർഷിക ഭക്ഷ്യ പുഷ്പമേള, ഇവിടെ ഗൃഹോപകരണ മേളയ്ക്ക് തുടക്കം കുറിക്കുകയാണിന്ന്. പണ്ട് കാലങ്ങളിൽ നഗരങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഇത്തരം പരിപാടികൾ ഈ നാട്ടിൻപുറങ്ങളിലും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെയും മറ്റും വിൽപ്പനയും പ്രദർശനവും മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതും ഇത്തരം മേളകളുടെ ഒരു ഗുണം തന്നെയാണ്. ഗ്രാമത്തിൻ്റെയും ഗ്രാമീണരുടെയും ഒക്കെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു മേള സംഘടിപ്പിക്കുവാൻ താല്പര്യം കാണിച്ച VCയെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ മേളയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന ചടങ്ങിന് ഒടുവിൽ നന്ദി പ്രകടനം രജിസ്ട്രാർ പ്രൊഫസർ MV ജോസഫ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച സിൻഡിക്കേറ്റ് മെമ്പർ പ്രൊഫസർ അബ്രഹാം P. മാത്യു, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ അബ്ദുൽ സലാം, എൻ്റെ സഹപ്രവർത്തനായ പ്രൊഫസർ സാബു, ചേലേമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷാഹിന, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇങ്ങനെ ഒരു കാർഷിക ഭക്ഷ്യ പുഷ്പമേള സംഘടിപ്പിക്കുന്ന ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ M. അബ്ദുൽ സലാം സാറാണ്. ഇതിക്ക് മുമ്പ് ഇരുന്ന വൈസ് ചാൻസലേഴ്സ് പലപ്പോഴും നമ്മൾക്കിവിടെ പുഷ്പമേള നടത്തണം എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയിരിക്കുകയായിരുന്നു. അതിനുള്ള കാരണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് വേണ്ട വിധത്തിലുള്ള ഒരു സപ്പോർട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അന്നത്തെ വൈസ് ചാൻസലർമാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ആശയം എങ്ങനെയായാലും എന്ത് തന്നെയായാലും നമ്മൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ വൈസ് ചാൻസലർ അത് ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളും രൂപപ്പെടുത്തുകയുണ്ടായി. നമ്മൾ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുകയാണ്, ഇന്ന് ശരിക്കും വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടെ തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ പലപ്പോഴും റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് പറയാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരു പബ്ലിക് വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് അദ്ദേഹം വിചാരിക്കുന്നത്, എന്താണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച സിൻഡിക്കേറ്റ് മെമ്പർ അബ്രഹാം P. മാത്യു സാറിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം വഹിക്കാമെന്ന് ഏറ്റെടുത്ത് അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ
കളങ്കരഹിതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും അതിനുവേണ്ട നിർദ്ദേശം നൽകുവാനും അദ്ദേഹം സപ്പോർട്ട് ചെയ്ത വൈസ് ചാൻസലറെ പ്രത്യേകം നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്ത് ജലമ്പുറ പഞ്ചായത്ത് ഗ്രാമപ്രസിഡന്റ് ശ്രീമതി KP ഷൈൻ മറ്റുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇല്ലെങ്കിലും ഇതിനുവേണ്ടി സപ്പോർട്ട് നൽകുകയും ഈ പരിപാടി ഒപ്പം നിൽക്കുകയും ചെയ്ത അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് പ്രത്യേകമായിട്ട് ഓടി നടക്കുകയും ഈ പരിപാടി വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തണമെന്ന് എല്ലാ ദിവസവും വൈസ് ചാൻസലറുമായിട്ടും അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഭാരവാഹികളുമായി ചർച്ച നടത്തുകയും ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികളൊന്നാണ് പ്രൊഫസർ സാബു, എസ്റ്റേറ്റ് ഓഫീസർ ഭാസ്കരൻ, CD സെബാസ്റ്റ്യൻ, അതേപോലെ മറ്റ് സംഘടനാ ഭാരവാഹികൾ. ഇവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായിട്ടില്ലെങ്കിലും ഈ പരിപാടി യൂണിവേഴ്സിറ്റിക്ക് ഒരു സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഏറ്റെടുത്ത് നടത്തുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റ് മിസ്റ്റർ തോമസ് ജോസഫ്, കർഷക മിത്ര ഏജൻസി കട്ടപ്പന, അവരെ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയും അവർക്കുള്ള ഈ ശ്രമത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഈ പരിപാടിയുടെ ചുക്കാൻ പിടിച്ച നമ്മുടെ PRO സക്രിയയ്ക്കും മറ്റുള്ള പോലീസ് സംഘത്തിനും നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആൾക്കാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിയുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം